നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്കായിട്ട് ഹെൽത്തി ആയിട്ടുള്ളതും അതേസമയം ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് വളരെ പെട്ടെന്ന് ടപ്പന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതും കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുന്ന എനിക്ക് അനുഭവമുള്ളതുമായ ഒരു റെസിപ്പിയാണിത്. ഓട്സ് കൊണ്ട് ഒരു ലഡുവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ലഡു എന്ന് പറയുമ്പോൾ ഇതിൽ പഞ്ചസാരയോ ശർക്കരയോ നെയ്യോ മറ്റു ഓയിലുകളോ ഒന്നും ചേർക്കുന്നില്ല. എന്നാൽ മധുരമുള്ള നല്ല സോഫ്റ്റ് ആയൊരു ലഡുവാണിത്. ഇത് ഓട്സ് കൊണ്ട് മാത്രമല്ല ലഡു അല്ല, ടേസ്റ്റിന് വേണ്ടിയിട്ടും പിന്നെ ഹെൽത്തിന് വേണ്ടിയിട്ടും നമ്മൾ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില ഐറ്റംസ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഈ ലഡു നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിനായിട്ട് ഓട്സ് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലേക്ക് ഓട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഈ ലഡു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാം. അത് വളരെ പെട്ടെന്നാവും, അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ നിൽക്കണ്ട. പിന്നെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇളക്കാതെ ഇരിക്കരുത്. ഇപ്പം ഇതായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. ഓട്സ് റോസ്റ്റ് ആക്കുമ്പോൾ ഒരു മണം വരും. ഇപ്പം ആ മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇത് നല്ല ചൂടാണ്, ഒന്ന് തണുക്കണം. ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഓട്സ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ സെയിം ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചൂടാക്കി എടുക്കാം. അപ്പം ഞാൻ ഇനി ബദാം ഇട്ട് കൊടുക്കുകയാണ് ചൂടാക്കി എടുക്കാനായിട്ട്. ഒരു 1/4 ഗ്ലാസ് ബദാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ബദാം ചേർക്കണമെന്ന് വെച്ചാൽ ചേർക്കാം. ഇപ്പം ഞാനിവിടെ 1/4 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഗ്ലാസ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. 1/2 ഗ്ലാസ്സിനേക്കാളും കൂടുതൽ ചേർക്കണ്ട. അതല്ല ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇപ്പം ബദാം ഇല്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് അതിന് പകരം കപ്പലണ്ടി എടുത്താലും മതി. കപ്പലണ്ടിയോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ എടുക്കാം. ഇത് പെട്ടെന്ന് ആയിക്കോളും. റോസ്റ്റ് ആവണ വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മൾ കപ്പലിൻ്റെ റോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ബദാം റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മണം വരും. ഇപ്പം ആ മണം വന്നിട്ടുണ്ട്. മാത്രമല്ല ഇത് പൊട്ടാനും തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടില്ലേ, തോലൊക്കെ ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാനത് ഓഫ് ചെയ്യാണ്. ഇനി നേരത്തെ നമ്മൾ പൊടിക്കാനായിട്ട് ഓട്സ് ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ബൗളിലേക്ക് തന്നെ ഞാൻ ഇതും കൂടി പൊടിക്കാനായിട്ട് മാറ്റാണ്. ഇതിപ്പോൾ മുഴുവനായിട്ട് ചൂട് മാറിയിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊക്കെ ചൂടുണ്ട്. എങ്കിൽ പോലും ഞാൻ അത് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല ഫൈനായിട്ട് പൊടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തരിയോട് കൂടി നിങ്ങൾ എടുത്താൽ മതി. ഇപ്പം ചിലവർക്ക് ഇങ്ങനെ തരിയായിട്ട് പൊടിക്കേണ്ടതായിരിക്കും ഇഷ്ടം, അങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്ക് ഈ ലഡുവിന് ആവശ്യമായിട്ടുള്ള മധുരം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ആ സെയിം ചട്ടി തന്നെയാണ് ചൂടാക്കാൻ വെച്ചിരിക്കുന്നത്. ചൂടായ ചട്ടിയിലോട്ട് കുരു കളഞ്ഞ ഈത്തപ്പഴം ചേർക്കാണ്. ഞാനൊരു 15 ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. ബദാമും ഈത്തപ്പഴമൊക്കെ ചില കുട്ടികൾക്ക് കഴിക്കാനായിട്ട് മടിയായിരിക്കും. അപ്പോൾ അവർക്ക് വെറുതെ കൊടുത്താൽ അവർ കഴിക്കാറൊന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്ന ആൾക്കാർക്കായാലും അതൊക്കെ കഴിക്കാനായിട്ട് മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്കായിട്ട് ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് ഇത് കഴിച്ചോളും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചൂടാവും തോറും ഈത്തപ്പഴം മെൽറ്റായിട്ട് വരും. ഇപ്പം ഈത്തപ്പഴം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഈത്തപ്പഴത്തിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ബദാമും ഓട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഇത് കൈകൊണ്ട് കുഴക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇത് ചൂടുള്ളതുകൊണ്ട് ഇപ്പോൾ കൈകൊണ്ട് കുഴക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുകയാണ്. തേൻ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരം ഈത്തപ്പഴം കൂടുതൽ എടുത്താൽ മതി. ഒരു 6-7 ഈത്തപ്പഴം കൂടുതൽ ചേർത്താൽ മതി. തേൻ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാനൊരു 3 ടീസ്പൂൺ തേൻ ചേർത്തിട്ടുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അവസാനമായിട്ട് കുറച്ച് ഏലക്കായ്പ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഏലക്കായ് പൊടിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് കുറച്ച് ചേർക്കുകയോ അല്ലെങ്കിൽ ചേർക്കാതിരിക്കുകയോ ചെയ്യാം. ഞാനിവിടെ ഒരു 1.5 ടീസ്പൂണിനേക്കാളും കൂടുതൽ ഏലക്കായ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലോ വലിപ്പത്തിലായിട്ട് ഉരുട്ടിയെടുക്കാം. എനിക്ക് കൂടുതൽ താല്പര്യം ക്യൂട്ടായിട്ടുള്ള ലഡൂസാണ്. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് ഉരുട്ടിയെടുക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം എല്ലാ ഓട്സ് ലഡും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ കണ്ടില്ലേ, ഈ വലിപ്പത്തിലുള്ള 12 ക്യൂട്ട് ഓട്സ് ലഡുകളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചോക്ലേറ്റ് കൊണ്ടുള്ള എന്തെങ്കിലും ഒരു വിഭവമാണെന്നല്ലേ പറയുള്ളൂ. അപ്പോൾ നിങ്ങളും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. കാണുന്ന പോലെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. ഈ ഓട്സ് ലഡു നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ശ്രുതീസ് കുക്കറി സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.
അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണം കഴിക്കാൻ നോക്കുക. നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വരാം. അതൊരു ബൈ.